പ്രശാന്ത്, നമ്മൾ വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ പ്രശ്നം മുന്നിൽ വെച്ചിട്ടാണ് ചർച്ച തുടങ്ങുന്നത്. രണ്ട് പ്രസ്താവനകൾ. ഒന്ന് AK ബാലൻ്റെ പ്രസ്താവന, രണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസ്താവന. AK ബാലൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് UDF അധികാരത്തിലെത്തിയാൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും നിയന്ത്രിക്കുക എന്നാണ്. ആഭ്യന്തരമന്ത്രി ജമാഅത്തിക്കാരനാവും എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആഭ്യന്തരമന്ത്രിയെ നിയന്ത്രിക്കുന്നത് ജമാഅത്തായിരിക്കും എന്നാണ് പ്രസ്താവന. വളരെ വിവാദം ആ പ്രസ്താവന നടത്താനായിട്ട് തന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് CPMൻ്റെ സെക്രട്ടറി ചോദിച്ചായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. കാരണം CPM ആണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പൊളിറ്റിക്കൽ വിഷൻസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൽ ഏതെങ്കിലും പ്രവർത്തകർ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറിമാർ അവരെയൊന്നും അതിന് ചുമതലപ്പെടുത്തുന്നില്ല. സംസ്ഥാന സെക്രട്ടറിയാണ് പ്രധാനപ്പെട്ടതും ആധികാരികമായി അത് പറയേണ്ടതും അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പകരം AK ബാലനാണ് ഈ സാധനം മുന്നോട്ട് വെച്ചത്. ഈ പ്രസ്താവന വന്ന ഉടനെ തന്നെ യൂത്ത് കോൺഗ്രസ് തിരിച്ചടിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്താൽ അത് കേരളത്തിൻ്റെ ഭരണം RSSൻ്റെ കയ്യിലെത്തിക്കും എന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെ പറയുന്നത് മുസ്ലിം സംഘടനകളൊക്കെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. കേരളത്തിൽ പോലീസിൻ്റെ അടികൊള്ളാത്തത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ സംഘപരിവാർ സംഘങ്ങൾക്ക് മാത്രമാണ്. ബാക്കിയൊക്കെ പോലീസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസ് ആരുടെ കയ്യിലാണ്? പോലീസ് RSSൻ്റെ കയ്യിലാണ് ഇപ്പോൾ പോലും എന്നവർ പറയുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ, അതായത് CPM ഭരിക്കുന്ന, പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു സർക്കാരിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന RSS ആണെന്ന് പറയുന്ന ആരോപണം മുസ്ലിം സംഘടന ഭാഗത്തുനിന്നും അതുപോലെ UDFൻ്റെ ഭാഗത്തുനിന്നുമൊക്കെ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഇനി വരാൻ പോകുന്ന ഭരണം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടും RSSൻ്റെ കയ്യിലായിത്തീരും എന്ന് ആണ് അവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഭരണം എങ്ങോട്ട് പോകുമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ RSSൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ കയ്യിൽ. അപ്പോൾ പിന്നെ എന്തിനാ കോൺഗ്രസും CPMഉം മറ്റുള്ള ആളുകളൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നത്? അതൊരു സങ്കീർണമായിട്ടുള്ളൊരു വിഷയമല്ല. എന്ത് തോന്നുന്നു? ഇല്ല, വലിയ ഒരു വിഷയം തന്നെയാണിത്. ഇപ്പം ഈ PS സാർ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു വാർത്ത പ്രൊജക്റ്റ് ചെയ്ത് വന്നു, ഒരു വാർത്ത പ്രൊജക്റ്റ് ചെയ്ത് വന്നില്ല. ബാലൻ്റെ വാർത്ത പ്രൊജക്റ്റ് ചെയ്ത് വന്നു. രണ്ടാമത് യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇവിടുത്തെ CPMകാരന് വോട്ട് ചെയ്താൽ RSSൻ്റെ ആഭ്യന്തരമന്ത്രി ഉണ്ടാകുമെന്ന് പറഞ്ഞ കാര്യം പുറത്തു വന്നില്ല. ഏതായാലും ഇതിനകത്ത് അല്പസ്വല്പം വാസ്തവം ഇല്ലാതെ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. കാരണം ഇതിനകത്ത് ആർക്കും ഭയമില്ലാതെ ചില കൂട്ടുകെട്ടുകൾ, അതായത് വോട്ടിന് വേണ്ടി ചില കൂട്ടുകെട്ടുകൾ സത്യം മറച്ചു വയ്ക്കുന്ന രീതിയിലേക്ക്, അതായത് ഇപ്പം കഴിഞ്ഞ ഇലക്ഷനകത്ത് ഇപ്പം വീണ്ടും വിവാദം നടന്നുകൊണ്ട് ഈ ബാലന്റെ പ്രസ്താവന ആരുടെ പ്രസ്താവനയാണെന്ന് സാറ് നോക്കിയായിട്ട് ആരുടെ പ്രസ്താവനയാണ്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതുപോലെ മാറാട് കലാപം ആവർത്തിക്കാം. മാറാട് കലാപം വീണ്ടും ആവർത്തിക്കാം. അതായത് മാറാട് കലാപത്തിൻ്റെ കസ്റ്റോഡിയൻ ഞങ്ങളല്ല, അത് ആരാണെന്ന് ഇതുവരെ വ്യക്തത വരുത്തി പറയാൻ ആരും തയ്യാറാവാത്തപ്പോൾ, എവിടെയൊക്കെ ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനകത്ത് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ബാലൻ. ഇനി മാറാട് കലാപം ആവർത്തിക്കാം. അപ്പോൾ നേരത്തെ മാറാട് കലാപം ആരാ നടത്തിയേ? മുസ്ലിം ലീഗ് തന്നെ. മുസ്ലിം ലീഗ് തന്നെ ആരുടെ കസ്റ്റോഡിയനാ? ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ കസ്റ്റോഡിയനാ, ഇസ്ലാമിസ്റ്റുകളുടെ കസ്റ്റോഡിയനാ എന്ന് പറയുമ്പോൾ ഇന്നലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. നമ്മുടെ ഇദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടായിരുന്നു സാറ്? ഇനി അതിനകത്ത് വേറെ ആരും ശ്രദ്ധിക്കാത്തവരുണ്ട്. പ്രതിപക്ഷ നേതാവ് BD സതീശൻ പറഞ്ഞു, കഴിഞ്ഞ 2 പ്രാവശ്യവും നയനായിരിക്കുന്ന കാലം തൊട്ട് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആണോ എന്ന് പരിശോധിച്ച് നോക്കിയാട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരില്ലാതെ അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിൽ ഇല്ലയോ എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ വിചാരിച്ച കുറ്റം പറയാനൊക്കെ സാർ. അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് CPM അധികാരത്തിൽ വന്ന സമയത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നതിൻ്റെ അവരൊപ്പം അല്ലേ? ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നല്ലോ ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം അതൊന്ന് പരിശോധിച്ചാൽ കൊള്ളാമല്ലോ. ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരം വരും, മറാട് വരും. പക്ഷെ നിങ്ങൾ ഇരുന്ന സമയത്ത് ഒരു പക്ഷേ അത് അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം ഇതുവരെ നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ. അപ്പം ഏത് വരണമെങ്കിലും അവരെ കൂട്ടുപിടിച്ചേ സാധിക്കത്തുള്ളൂ. അവർ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ്. ഭരണം അവരുടെ നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഇനിയിപ്പോ ഞങ്ങൾ വരുന്ന സമയത്തും അത് അങ്ങനെയാകും. അപ്പൊ അതിനകത്ത് നിങ്ങൾ അവരെ കൂട്ടുപിടിച്ചല്ലേ. ഇപ്പൊ ഞങ്ങളുടെ കൂടെ വന്നപ്പോൾ മാത്രം നിങ്ങൾക്ക് ഇത്ര അതൃപ്തി എന്താണെന്നാണ് അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തി പറയണോ എന്നുള്ള രീതിയിലേക്കാണ് ചോദ്യം. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന വിഷയം തന്നെ കോൺഗ്രസിനകത്തുണ്ട്. അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന ന്യൂനപക്ഷം എന്ന് പറയുന്ന 2 ന്യൂനപക്ഷം, ഈ 2 ന്യൂനപക്ഷം
ആണല്ലോ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. എത്ര പറയുമ്പോഴും അവർ വിചാരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല. അവർ കഴിഞ്ഞ പ്രാവശ്യം അല്പം വിചാരിക്കാത്തതിൻ്റെ കൂടുതൽ രണ്ടാമത്തെ പിണറായി സർക്കാർ എന്നുള്ള രീതിയിലേക്കുള്ള ചില പാറ്റേണുകൾ വരുന്നു. അപ്പം ഇപ്പം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ, കോട്ടയം നോക്കുമ്പോൾ, പത്തനംതിട്ട നോക്കുമ്പോൾ, ഇടുക്കി നോക്കുമ്പോൾ, ഈ പറയുന്ന വടക്കോട്ട് അങ്ങ് മലപ്പുറം നോക്കുമ്പോഴൊക്കെ ന്യൂനപക്ഷ ഏകീകരണം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. ആ ഏകീകരണത്തിൻ്റെ അതേ പാറ്റേണിൽ വോട്ട് ചെയ്താൽ ജയിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഇപ്പം കോൺഗ്രസ് വിചാരിക്കുന്നത് ക്രിസ്ത്യാനി വന്ന് വോട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. അവനെ തള്ളി നിർത്തി കണക്കുകയും അവൻ്റെ പേരിൽ ആക്ഷേപം ഉണ്ടാകണക്കെ അവൻ വോട്ട് ചെയ്ത് തുടങ്ങി. മറ്റവരെ യാതൊരു കാരണവശാലും പിണക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ടാണ് 97 മത്സരിച്ച നമുക്ക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ കൊടുത്തേക്കാം, മുസ്ലിം ലീഗ് ചോദിക്കുന്നിടത്ത് സീറ്റുകൾ കൊടുത്തേക്കാം, അവരെ പീഡിപ്പിച്ചേക്കാം, അവരെ കൂടെ നിർത്തി. അപ്പോൾ അതായത് ഇപ്പോൾ ഈ പറയുന്നത് ബാലൻ പറയുന്നത് പോലെ, ആരെങ്കിലും ആശങ്കപ്പെടുന്നത് പോലെയൊക്കെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ നിങ്ങൾ പറയുന്നു ഞാൻ എൻ്റെ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ വർഗീയവാദിയാണെന്ന്. നിങ്ങളുടെ കാര്യം പറയുമ്പോൾ, നിങ്ങൾ ഈ പറയുമ്പോൾ കേരളത്തിനകത്തു നിന്ന് പറയുമ്പോൾ ചില കാര്യം ഈ പറയുന്നത് പോലെ ഇസ്ലാമിസ്റ്റുകളുടെ വർത്തമാനം പറയുമ്പോഴൊന്നും ആരും പറയാനില്ല. അന്നേരം അതിനെ എതിർത്ത് പറയുന്നവരെല്ലാം ഈ പറയുന്ന വർഗീയവാദിയാവുന്നു. അവനവൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് പോലും ഈ പറയുന്നത് പോലെ വർഗീയവാദി. അതായത് ചില ആൾക്കാർക്ക് എന്തും പറയാം. അവരെ മറിച്ച് പറഞ്ഞാൽ, തിരിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കൂട്ടായ്മയിലുള്ള വോട്ട് ഒന്നിച്ച് നഷ്ടപ്പെടുമെന്നുള്ള ഭയം, അല്ലെങ്കിൽ അത് ഏറ്റവും അവസാനം തെളിയിച്ചിരിക്കുന്നു എന്നുള്ളത് കാണുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇപ്പുറത്ത് നിന്നിട്ട് മുസ്ലിങ്ങളെ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഭൂരിപക്ഷ ഏകീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ, ഭൂരിപക്ഷ ഏകീകരണം എന്ന് പറയുന്ന സാധനം ഇവിടെ നടന്നിട്ടേ ഇല്ല, അത് നടക്കത്തുമില്ല. പക്ഷേ ന്യൂനപക്ഷ ഏകീകരണം നടന്നു. അതിനകത്ത് PDP എന്ന് അവർ നോക്കിയില്ല, ജമാഅത്ത് ഇസ്ലാമി എന്ന് അവർ നോക്കിയില്ല, വെൽഫെയർ പാർട്ടി നോക്കിയില്ല, SDP നോക്കിയില്ല, മുസ്ലിം ലീഗ് നോക്കിയില്ല, എല്ലാവരും ഒന്നിച്ചു നിന്നു. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു കാര്യം വന്നപ്പോഴാണ് വീണ്ടും വർത്തമാനം പറയേണ്ടത്. അതായത് കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലേക്ക് ഭരണം വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നാളെ കാലത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്കോ കാര്യങ്ങൾ പോകുന്നോ, അല്ലെങ്കിൽ അത്തരത്തിൽ ചില കാര്യം. ഇന്നലത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ വർത്തമാനം സാർ കേട്ടോ. സാറ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ എത്ര പറയുമ്പോഴും നമ്മുടെ ഈ RSSുമായിട്ടൊന്നും തൊല്ലം ചെയ്യാൻ പറ്റത്തില്ല. രാഷ്ട്രീയം പറയുമ്പോൾ RSS നമ്മൾ പറയുമ്പം യഥാർത്ഥ RSSനെ കഴിഞ്ഞ സാർ പറഞ്ഞതുപോലെ യഥാർത്ഥ RSSിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവർ 1067 രാജ്യത്ത് ഇപ്പോഴും ഉണ്ടെങ്കിലും ഒരു രാജ്യം അവരെ പറ്റി ആക്ഷേപം പറഞ്ഞിട്ടില്ല. യഥാർത്ഥ RSSകാരൻ്റെ പണി എന്ന് പറഞ്ഞാൽ അവനൊരു ജോലിയുണ്ട്, ആ ജോലിയുമായിട്ട് മുന്നോട്ട് പോകും. അതിനകത്ത് ഒരു രാജ്യത്തിനെ ശിഥിലമാക്കുന്നതിനോ, അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് ഇപ്പം ഇരിക്കുന്ന സംവിധാനത്തിനകത്ത് ഒരു കുഴപ്പം വരുത്തുന്നതിനോ ഒന്നുമില്ല. ഇപ്പം തന്നെ ഇന്ത്യൻ RSSൻ്റെ പറഞ്ഞാൽ ഇന്ത്യയിലുള്ളവരെല്ലാം ഹിന്ദുക്കൾ. അത് ഏറ്റവും അവസാനം തന്നെ RSS നേതാവ് പറയുന്നത് ഇവിടുത്തെ ഒരു സംസ്കാരം അനുസരിച്ച് മുന്നോട്ട് പോകണം, അതേ ആഗ്രഹിക്കുന്നു. അല്ലാതെ ഇന്ത്യക്കകത്ത് നിന്ന് കുഴപ്പം പറയുന്നതാണ് പ്രശ്നക്കാരൻ. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയല്ലല്ലോ. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നവൻ്റെ ഭരണഘടനയുണ്ട്, ശരീഅത്ത് നിയമം ഇല്ലയോ അവൻ്റെ ഭരണഘടന, ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ഈ രീതിയിലേക്കുള്ളപ്പം അല്ലേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വർഗീയത നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ഒരു എലക്ഷൻ വരുന്ന സമയത്ത് അതിൽ രാഷ്ട്രീയം സംസാരിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയേണ്ട ഒരു കാര്യമുണ്ട്. അതിവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചോ RSSനെക്കുറിച്ചോ അതിൻ്റെ വർഗീയതയെക്കുറിച്ചോ സംസാരിക്കില്ല യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ജോലി. അതെ, തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കണം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ജനങ്ങളുടെ വിഷയങ്ങൾ. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളൊരു സർക്കാർ ഉണ്ടാക്കുന്നത്. ജനാധിപത്യത്തിൽ എപ്പോഴും പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതായിട്ടുള്ള ജനങ്ങളുടെ സർക്കാർ എന്നാണ്. അത് വരണമെങ്കിൽ എന്ത് വേണം? സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് തിരഞ്ഞെടുപ്പ് മാറും. അത് മാറുന്നില്ല. കേരളം സമ്പൂർണ്ണമായി വർഗീയവൽക്കരിക്കപ്പെട്ടു, അതാണ് സത്യം. ആ വർഗീയവൽക്കരിക്കപ്പെട്ടതിനിടയ്ക്ക് എങ്ങനെ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനായിട്ട് സ്പേസ് ഉണ്ടാവും എന്നുള്ളത് നാം ഇന്ന് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി അല്ലേ? സാറി പറഞ്ഞാൽ വളരെ കൃത്യമാണ്. കാരണം നേരത്തെ ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു സർവേ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കാശ്മീർ 1-ാം സ്ഥാനത്ത്, ഈ നമ്മുടെ ഈ പറയുന്ന ഒരു ഇസ്ലാമിസ്റ്റുകളല്ലേ വർഗീയ രൂപീകരണത്തിന് 2-ാം സ്ഥാനത്ത് ലിസ്റ്റ് വന്നിരിക്കുന്ന കേരളത്തിൽ ഏതായിരുന്നു. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആസാം ഉൾപ്പെടെയുള്ളൂ. അതായത് യഥാർത്ഥത്തിൽ സാർ പറയുന്നത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിലൂന്നി കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ വികസനം, അല്ലെങ്കിൽ ആ ചർച്ചയാവുണ്ടല്ലോ ഇലക്ഷൻ സമയത്ത്, ആ രാജ്യത്തിന് കൂടുതൽ വികസനം കൊടുക്കുന്നു, ആ രാജ്യത്തിന് പുരോഗതിയിലെ കാര്യം നയിക്കുന്നു. അതിന് പകരം ഇവിടെ ബംഗ്ലാദേശിൽ ഏറ്റവും നോക്കുമ്പോൾ ബംഗ്ലാദേശിലെ വിഷയം നല്ല വൃത്തിയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചിട്ട് അവിടെ ഇപ്പം ആ രാജ്യം നശിച്ചാലും വേണ്ടില്ല, മതവെറിക്ക് വേണ്ടി ബാക്കിയുള്ളവരെ അതേ അവസ്ഥയിലേക്കല്ലേ ഇവിടെ. ഇപ്പം ഇവിടെ രാഷ്ട്രീയം സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യണ്ട, വികസനം ചർച്ച ചെയ്യണ്ട, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട ഏതാണ്? ജാതി രാഷ്ട്രീയം ചർച്ച ചെയ്യണം, മതവും വർഗം. അപ്പോൾ ആ രീതിയിലേക്കുള്ള ധ്രുവീകരണം ഉണ്ടാക്കണം. ആ രീതിയിലേക്കുള്ള സംവിധാനത്തില്ലേ പ്രബുദ്ധ. അത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിന്, അല്ലെങ്കിൽ കേരളം പിന്തുടർന്നു വന്ന രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, അത് നോക്കൂ, ABC ഒരു ദേശീയ ചാനലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടുണ്ടാവില്ല. നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ ചാനൽ
ഒരു ഹിന്ദി ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.